നായകളെ ചീത്ത പറയുന്നതും അവരത് കേട്ട് തല താഴ്ത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. നിങ്ങൾ പറയുന്ന എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഈ നായകളൊക്കെ പറയുന്നത് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കണേ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അവരെന്താ കരുതുന്നതെന്നും അവരെ ചീത്ത പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ വെക്കണമെന്നും ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഡോഗ് ഓണർഷിപ്പിന് നമ്മുടെ നാട്ടിൽ ഡോഗ് ട്രെയിനിങ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും ഇത് നിർബന്ധമാണ്. സാധാരണഗതിയിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടാണ് ഡോഗ് ട്രെയിനിങ് നടത്തുക, അല്ലെങ്കിൽ നടത്തേണ്ടത്. തെറ്റായ കാര്യം ചെയ്യുന്ന സമയത്ത് ചീത്ത പറയുക അല്ലെങ്കിൽ അടിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു റിവാർഡ് കൊടുത്തുകൊണ്ട് ആ കാര്യം ചെയ്യാൻ വീണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾ പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നായ നിങ്ങളുടെ മേത്തേക്ക് ചാടിക്കയറുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ നായ ചാടിക്കയറുന്നത് ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് ഇഷ്ടമാവാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ അവൻ നമ്മുടെ മേത്തേക്ക് ചാടിക്കയറുന്ന കുഴപ്പമുണ്ടാവില്ല. ഒരു ഹെവി ബ്രീഡായിട്ടുള്ള നായ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ വലുതായതിനു ശേഷം ഇതുപോലെ ചാടിക്കയറുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീഴാനുള്ള സാധ്യത വരെയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ട് അവർ ചാടിക്കയറുന്ന സമയത്ത് ചൂടാവുന്നതിനെക്കാട്ടും നല്ലത് സ്റ്റേ അല്ലെങ്കിൽ സിറ്റ് കമാൻഡ് കൊടുത്തതിന് ശേഷം അവരെപ്പോൾ അത് അനുസരിക്കുന്നോ ആ സമയത്ത് അവർക്കൊരു ട്രീറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ഈ കമാൻഡ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ സിറ്റ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനേ സാധ്യതയുള്ളൂ. സോ ഇതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. ഈ പറഞ്ഞ എക്സാമ്പിൾ ഭയങ്കര സിമ്പിളായി പറഞ്ഞെങ്കിലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചീത്ത പറയുന്ന സമയത്ത് എന്താണ് നെഗറ്റീവ് എന്ന് നോക്കാം. നമുക്കൊരു ഭാഷ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് ആ ഭാഷ അറിയുന്ന ഒരാളെ കൺവിൻസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. നായകൾക്ക് മനുഷ്യരുടെ ഭാഷ മനസ്സിലാവില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് ഉച്ചത്തിൽ പറഞ്ഞതുകൊണ്ട് അവർക്കത് മനസ്സിലാവണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ളൊരു ചോദ്യം, പക്ഷെ എൻ്റെ നായക്ക് ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാവാറുണ്ട്, ഞാൻ പറയുന്നതെല്ലാതും അവ അതുപോലെ അനുസരിക്കാറുണ്ട് എന്നുള്ളതായിരിക്കും. ഇവിടെ നിങ്ങളുടെ നായ ആ വാക്കല്ല മനസ്സിലാക്കുന്നത്, ആ ശബ്ദമാണ്. അല്ലാതെ ആ വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചല്ല നായകൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നായകൾക്ക് കൊടുക്കുന്ന കമാൻഡ് എപ്പോഴും ഷോർട്ടാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുന്നത്. സിറ്റ്, സ്റ്റേ, കാം ഇതൊക്കെ നമ്മൾ ഒറ്റ ശബ്ദങ്ങളായിട്ട് ഒറ്റ വാക്കുകളായിട്ട് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് ആദ്യം കണ്ട സോഷ്യൽ മീഡിയ വീഡിയോയിലേക്ക് വരാം. ചെവി താഴ്ത്തി വാൽ മടക്കി നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നക്കിക്കൊണ്ട് നിങ്ങളോട് പറയുന്നത് ഒച്ച കുറയ്ക്കൂ, ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നാണ്, അല്ലാതെ എനിക്ക് കുറ്റബോധമുണ്ട് ഇതിൽ എന്നല്ല. ഉച്ചത്തിൽ ചീത്ത പറയുക, തള്ളുക, അടിക്കുക, ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നായ്ക്കളിൽ ആൻസൈറ്റി, സ്ട്രെസ് ഇതൊക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൂടുന്ന സമയത്ത് ഇവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അഗ്രസീവ് ബിഹേവിയർ ട്രിഗർ ചെയ്യാൻ ഇത് വലിയൊരു കാരണമാകും. പലപ്പോഴും നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ല നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നായകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ വീടിനകത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ടുള്ള ഒരു നായേനെ കുറച്ച് സമയത്തിന് ശേഷം ചീത്ത പറയാമെന്ന് കരുതുക. നായയ്ക്ക് പലപ്പോഴും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുള്ള ഒരു തെറ്റിനാണ് അവർ ചീത്ത കേൾക്കുന്നത് എന്ന് ലിങ്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെയല്ല, ഉടനെ തന്നെ നിങ്ങൾ ചീത്ത പറയുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മലമൂത്ര വിസർജനം നിങ്ങൾ കാണാതെ ചെയ്യാനേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. നായകൾ മുരളുന്നതിന് പലപ്പോഴും നമ്മൾ ചീത്ത പറയാറുണ്ട്. ഈ മുരളൽ അല്ലെങ്കിൽ ഈ ഗ്രൗൾ എന്ന് പറയുന്നത് മറ്റു നായ്ക്കളോടോ അല്ലെങ്കിൽ മനുഷ്യരോടോ ആവാം. നീരസം അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ഇവ രേഖപ്പെടുത്താനാണ് പലപ്പോഴും ഇവർ മുരളുന്നത്. എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് അവരിതുകൊണ്ട് പറയുന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ ഗ്രൗൾ ചെയ്യുന്ന സമയത്ത് നായയെ ചീത്ത പറയാമെന്ന് വിചാരിക്കുക. ഇത് ഇവരെ കൺഫ്യൂസ് ചെയ്യിക്കും. അങ്ങനെ ഈ മുരളുന്നത് അല്ലെങ്കിൽ ഗ്രൗൾ ചെയ്യുന്നത് ഇവർ സ്കിപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ കടിക്കുന്നതിന് മുൻപുള്ള ഒരു വാർണിംഗ് സിഗ്നലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഓഫാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നായകളിൽ വാർണിംഗ് ഇല്ലാതെ തന്നെ കടി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
നമ്മൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധമാണ് കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ചീത്ത പറയാന്നുള്ളത്. ഒരു സമയത്ത് നമ്മൾ അത് അനുവദിക്കുക, അത് കഴിഞ്ഞിട്ട് അവരത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചീത്ത പറയുക. ഉദാഹരണത്തിന് നമ്മൾ സോഫയിലിരുന്ന് TV കാണുകയാണ്. ആ സമയത്ത് അവരുടെ അടുത്ത് സോഫയിൽ കയറി നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. അതിനുശേഷം അവർ തന്നെ സോഫയിൽ കയറുന്ന സമയത്ത് അവരെ ചീത്ത പറയുകയാണ്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നിരിക്കുന്ന സമയത്ത് സോഫയിൽ കയറുന്നതിന് ചീത്ത പറയുകയാണെങ്കിൽ വീണ്ടും അവർ കൺഫ്യൂസ്ഡ് ആകാനാണ് സാധ്യത. നിങ്ങൾക്കത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുക പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങളൊരു നായനെ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ആ നായയുടെ ബൗണ്ടറീസ് നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കണം. വീട്ടിന് പുറത്ത് വളർത്താനാണോ, ഇനി വീട്ടിനകത്ത് കയറ്റുകയാണെങ്കിൽ ഏതൊക്കെ റൂമിൽ പ്രവേശനം കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കുക. എന്നിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുക. ഭാഷ, വികാരം ഇതൊക്കെ വെച്ച് നായകൾക്ക് കാര്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെ മാക്സിമം കൺഫ്യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നമുക്കും നല്ലത്. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡായിട്ടുള്ള മറ്റൊരു മീമാണ് എനിക്ക് മനുഷ്യർ ഭക്ഷണം തരുന്നു, അവരെനിക്ക് താമസിക്കാൻ സൗകര്യം തരുന്നു, സ്നേഹം തരുന്നു. അപ്പോൾ മനുഷ്യർ ദൈവമാണ് നായകളും ഞാൻ ദൈവമാണെന്ന് പൂച്ചകളും ചിന്തിക്കുന്ന ഒരു മീം. ആ മീമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിവിടെ കാണാവുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.